അപ്പോൾ നമ്മളിപ്പോൾ അനുവിന്റെ വീട്ടിലാണ്. യോയോ എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാവുന്ന വിചാരിക്കുന്നു. മൺമറഞ്ഞു പോയാനല്ല, നമ്മളെല്ലാവരും പുതിയ അനു സർക്കിളിൽ നിന്നൊന്നും മാറിപ്പോയാനു. കുട്ടി ഒന്ന് തെറ്റിപ്പോയി. ഒരു ചെറിയ പിണക്കം കാരണം കുട്ടി ഒന്ന് തെറ്റിപ്പോയി അനു. ഓക്കെ, അനു ഇവിടെ ഫുള്ള് ക്ലീനിങ് പരിപാടിയിലാണ്. നാളെ ചെനക്കത്തൂർ കാവിലെ പൂരമാണ്, അതുകൊണ്ട് ഫുള്ള് ക്ലീനിങ് പരിപാടി. കുട്ടിയുടെ ബലൂണ്. അപ്പോൾ നമ്മൾ കാവിൽ പോയിട്ട് വരാം ഗൈസ്. ആകെ ഇരുട്ടാണ്, മൊത്തത്തിൽ ഇരുട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെ പോണു? പൂരപ്പറമ്പിലേക്ക് പോണു. അതെ ഗൈസ്, നമ്മൾ എല്ലാവരും പൂരപ്പറമ്പിലേക്ക് പോകണം. എവിടെ പൂരപ്പറമ്പ്? ചെനക്കത്തൂർ പൂരപ്പറമ്പിലേക്ക് നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ്. കപ്പിൾസ് ഓൺ ദ ഗോൾസ്. ഇതിനെ കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ രണ്ടാളും കൂടി പോകാറുണ്ട്. അപ്പൊ നോക്കുമ്പോ രണ്ടെണ്ണം കൂടി ഇവളും വരുന്നുണ്ട് പറഞ്ഞിട്ട് വലിഞ്ഞു കയറി വന്നാണ്. വലിഞ്ഞു കയറി വരികയാറിനാണ് ഇവള്. അയ്യേ, ഇതിവിടെ പൂരത്തിന് ഉണ്ടാവുന്ന ഒരു സംഭവം കേട്ടോ. എല്ലാരും അയ്യോ പറയുന്ന ഒരു സംഭവം ഇവിടെ പൂരത്തിനുള്ള ഒരു സംഭവമാണ്. ഇത് കടിച്ച് ഇനി വീഡിയോയില് കണ്ടിട്ട് നിങ്ങൾ ആരും ഇന്നെ തെറി പറയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചെനക്കത്തൂർ കാവിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെനക്കത്തൂർ കാവിന്റെ അമ്പലത്തിൽ ഇപ്പൊ ഒരുവിധം തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നു തോന്നുന്നു. വെറുതെ പോവന്നെ ലോറിയില്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂളിങ് വരുന്നുണ്ട്. പിന്നെ അനുണ്ട് കെട്ടിയുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ചെനക്കത്തൂര് അമ്പലത്തിലാണ്. അപ്പോൾ ചെനക്കത്തൂര് അമ്പലം കാണാം. ഇവിടെ നിൽക്കണം. അപ്പൊ ഇവിടെയാണ് പരിപാടി. കൂളിങ് വന്നിട്ടില്ല. കൂളിങ് വന്നിട്ട് നോക്കാം. അവൻ കൂത്തുമ്പടത്തിന്റെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വരുമ്പോ വിളിക്കും എന്തായാലും. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള പരിപാടി കൂടെ കുപ്പി വളക്കിലിങ്ങണല്ലോ. ഇതിന്റെ കൂട്ടുകാരനാണ് ഒറ്റപ്പാലത്തുള്ള യാസൻ. അപ്പൊ അവൻ ആയിട്ടുള്ള കുറച്ച് സംസാരമായിരുന്നു ഇതിന്റെ ഇടയിൽ. അവനിപ്പോൾ പൂരപ്പറമ്പെന്ന് കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ നിന്നു. പിന്നെ
കേറിയാലോ? എനിക്ക് പേടിയാ, ഞാൻ കയറൂല. ഞാനേ ആ ശരിയാ, അല്ലെങ്കിൽ കയറിയായിരുന്നു. അല്ലെങ്കിൽ കയറിയാനെ. ഇപ്രാവശ്യം എല്ലാം തികഞ്ഞു വന്നു. കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അതിന് മുന്നത്തെ പ്രാവശ്യം ചെറുതായിരുന്നു. ഐസുള്ളപ്പോ പൈസ ഇല്ല, പൈസ ഉള്ള പൈസ ഇല്ല, ഐസും പൈസ ഉള്ളപ്പോ സ്കൂളിൽ. അതെ ശരിയാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ അങ്ങോട്ട് നടക്കാം. അതാണ് തപ്പ്. ഇവിളേ മസ്തിഷ്ക മരത്തില് മറ്റോള് കൃഷ്ണപ്രിയ വെച്ചിരുന്ന ഗ്ലാസ്സാണ് ഇവള് തപ്പിടുന്നത്. അത് ഇവൾക്ക് കിട്ടുന്നില്ല. വൈശാഖ് വെച്ചത്, വൈശാഖിന്റെ ലൈറ്റിംഗ് സെറ്റിംഗ് സൂപ്പർ ആണ്. ഹെവി ആയിട്ട് ഐസ്ക്രീം വെച്ചത് ക്ലാസ് ഒന്നും പറയാം. ലൈറ്റ് സെറ്റപ്പ് സൂപ്പർ. ഐസ്ക്രീം ഐസ്ക്രീം കാണിക്കുക, അത് വിഷ്വല് വരുന്ന അത് സൂപ്പർ ആയെന്നെ, സൂപ്പർ. ഇടയ്ക്ക് വാങ്ങാറുണ്ട്. എടാ ഞമ്മക്ക് രണ്ടാ കൂടി യന്ത്രം കയറി നമുക്ക് പോയിട്ട് എത്ര റുപ്യ നോക്കി വിട്, ഞങ്ങള് പോയിട്ട് നോക്കിക്കിട്ട് യന്ത്രം പറഞ്ഞാൽ എന്താ സെറ്റപ്പ് അത് കറങ്ങാൻ പറഞ്ഞു. വേണ്ട, അല്ല എനിക്ക് പേടിയുള്ള സംഭവമാണിത്. പക്ഷെ വേറെ ഇവിടെ ജമ്മത്ത് നിന്നൊരു കമ്മലെടുക്കാൻ പോണില്ല എന്തായാലും. അപ്പൊ നമ്മൾ കിത്തൻ റുപ്യ ബൈ ലാസ്റ്റ് 100 नहीं. ഈ ഒരൊറ്റ കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ കല്യാണം കണ്ടിട്ട് കല്യാണം കഴിച്ച ഓരോ ആൾക്കാരുടെ വില. രാവിലെ പൂരപ്പം ഉള്ളൂല്ല, ഇവര് ഇതൊക്കെ എടുത്തിട്ട് പോവും. ഇപ്പൊ വാങ്ങിട്ട് പൊക്കോളി, അതാണ് നല്ലത്. ആ അപ്പം ഉണ്ടാവും ചിലപ്പോ. ഇപ്പൊ വാങ്ങിട്ട് പൊക്കോളി, അതാ നല്ലത്. നാളെക്കൊക്കെ വില കൂടും. ഇവര് നാളെ 150 പറയും. ഇപ്പൊ 100 റുപ്യ പറയുന്നത് നാളെ 150 പറയും. तुम्हारा पैसा थोड़ा कम करेगा? इसमें कम नहीं आएगा, इसमें भी कम नहीं आएगा. इसमें कितना रुपया तुम्हारा कमी करेगा? कम नहीं है, 100 कमी करेगा. 100 भी लास्ट प्राइस है. तुम्हारा 100 है, कमी नहीं. लास्ट कितना रुपया? वो 100 भी सिला. हम दोनों मिलेगा वो एंडी दिएगा. ये मॉडल है ना, ना 100 भी लास्ट प्राइस है. അതൊന്നും വേണമെങ്കിൽ എടുത്തോളൂ, 100 റുപ്യ. അതിന് 100 റുപ്യ. അല്ല അവർക്ക് അതിൻ്റെതായ കഷ്ടപ്പെടില്ല, ഇവർക്കൊക്കെ കമ്മീഷനാണ്. ഇത് വേണമെങ്കിൽ 100 റുപ്യക്ക് എടുത്ത ലാഭം. 100ന്റെ വേണമെങ്കിൽ എടുത്തോളൂ, അത് ലാഭം. അനു ഈ എടുക്കണ്ട, അപ്പൊ എന്നാ എടുക്ക്. എടി രണ്ടാൾക്കാരെ എടുക്കല്ലോ, ഒരാളുടെ തന്നെ എടുക്ക്. പൈസ കൊടുത്തോ? നീ ഏതാ ജിംകി കമ്മലോ? അവനടുത്ത് പൈസ കൊടുത്തോ? ഈ രാവിലെ രാവിലെ നേരത്തെ നമുക്ക് അമ്പലത്തിലാണെങ്കിൽ ഇത്രയും നേരം നിന്ന് കിട്ടിയതാണെങ്കിൽ ഒരു കമ്മലും അത് മറ്റേത് കാണിക്ക്, മറ്റേത് കാണിക്കില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇപ്പൊ ആണെങ്കിൽ അതിന്റെ ലാഭ 100 റുപ്യ കൊടുത്തിട്ട് വേഗം വാങ്ങിക്കോളും കുട്ടികളും, എല്ലാം കുട്ടികളല്ലേ. പൂരപ്പറമ്പിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കപ്പിൾസ് പിന്നിലുണ്ട്, അനു പിന്നിലുണ്ട്, വള്ളകെട്ടിയോ പിന്നിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ നമ്മൾ വേറൊരു പുതിയ വ്ളോഗുമായി വരും. അപ്പോൾ അതുവരേക്കും ചെല്ലും വരേക്കും വണക്കം ഗൈസ്. ഓക്കെ ബൈ.